കഴിഞ്ഞ ദിവസം കൊണ്ട് ഇങ്ങനൊരു സംഭവം നടന്നില്ലേ? കഴിഞ്ഞ വർഷം ഇപ്പോൾ ലാസ്റ്റിൽ ഒരു 3 മാസത്തോളം ആവും. ഇതേപോലെ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് രാത്രി ഒരു 12 മണിയായപ്പോൾ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു മദ്യപിച്ചെത്തിയ ഒരാൾ നമ്മുടെ സ്റ്റാഫിനെ കഴുത്തിന് കയറി പിടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യും. കടയ്ക്കൽ താലൂക്ക് ആശുപത്രി ജീവനക്കാരന് മർദ്ദനം. നഴ്സിംഗ് അസിസ്റ്റന്റിനെയാണ് മർദ്ദിച്ചത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം നടന്നത്. കടയ്ക്കൽ കോട്ടപ്പുറം സ്വദേശി 35 വയസ്സുള്ള ആദർശ് മോഹനാണ് മർദ്ദിച്ചത്. മദ്യപിച്ച് മറ്റൊരു സംഘർഷമുണ്ടാക്കി പരിക്കേറ്റ് വന്നയാളാണ് ആദർശ് എന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നു. തുടർന്ന് നഴ്സിംഗ് അസിസ്റ്റന്റായ കബീർ ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മരുന്ന് വെച്ച് മുറിവിൽ ഡ്രസ്സ് ചെയ്ത് വിട്ടതിന് പിന്നാലെ വീണ്ടും അതിക്രമിച്ച് കയറി നഴ്സിംഗ് അസിസ്റ്റന്റിനെയും ഡോക്ടർമാരെയും അസഭ്യം പറയുകയായിരുന്നു. തുടർന്ന് ഇയാളെ പുറത്തിറക്കാൻ ശ്രമിച്ചപ്പോഴാണ് നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ചത്. തുടർന്ന് ഹോസ്പിറ്റൽ അധികൃതരും നാട്ടുകാരും ചേർന്ന് ഇയാളെ തടഞ്ഞു വെച്ച് കടയ്ക്കൽ പോലീസിൽ അറിയിക്കുകയായിരുന്നു. കടയ്ക്കൽ പോലീസ് എത്തി ആദർശ് മോഹനെ കസ്റ്റഡിയിലെടുത്തു. നഴ്സിംഗ് അസിസ്റ്റന്റ് കബീർ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ 2ാം തവണയാണ് ജീവനക്കാരെ മർദ്ദിക്കുന്നത്. ഒരാൾ കാഷ്വാലിറ്റിയിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും പുള്ളിക്കാരന് മുറിവുണ്ടായിരുന്നു. വേറെ ആരോ 3 പേര് അദ്ദേഹത്തെ അടിച്ചാണ് അവിടെ വരുന്നത്. ഒ.പിയിൽ വന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ കയറ്റി ഡ്രസ്സിങ് എല്ലാം ചെയ്ത് ഇനി പുറത്തിറങ്ങി. അതിനുശേഷം വേറൊരു പേഷ്യൻറ്റിനെ അകത്ത് കയറ്റി ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ 2 ഹൗസ് സർജന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് വന്ന് പുള്ളിക്കാരൻ ബഹളം ഉണ്ടാക്കി. നിനക്കവിടെ എന്തോടെ പരിപാടി, അവിടെ 2 പെണ്ണുങ്ങളുമായിട്ട് എന്തോടെ പരിപാടി എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി അവനെ വെളിയിലാക്കാൻ ശ്രമിച്ചു. പുള്ളിയെ വെളിയിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്നെ അടിച്ചു. അങ്ങനെ വെളിയിൽ നിന്ന് ആംബുലൻസ് ഡ്രൈവർമാരും മറ്റും വന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി. ഇതാണ് സംഭവം.